ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ സ്പൈ ഏജന്റ് ആണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോ ഈ ദൃശ്യം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരം. ഓ, അങ്ങനെ നമുക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നു. മനസ്സിലായില്ല അല്ലേ? എടേ, നമ്മൾ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യ സമരം തുടങ്ങിയിരിക്കുന്നെന്ന്. അതും മഹാത്മാഗാന്ധി, സോറി, രാഹുൽ ഈശ്വർ ഗാന്ധി. ഇതൊക്കെ എന്ത്? ഇനിയിപ്പോ പെണ്ണു പിടിക്കാനും മാണം പോക്കാനും ധൈര്യമായിട്ട് പോകാം. പിന്നെ ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ പേര് ഉപ്പ് സത്യാഗ്രഹം എന്നല്ല, ഇതാണ് പഞ്ചാര സത്യാഗ്രഹം. കോഴികളുടെ പഞ്ചാര സത്യാഗ്രഹം. ദേഷ്യം കെട്ടണം, നാണം മാറ്റണം, വേണ്ടി വന്നാൽ വായ പൊത്തി ഇലയെടുക്കണം. ഈ സ്വാതന്ത്ര്യ സമരം നയിക്കുന്ന നമ്മുടെ ഗാന്ധി ഇന്നേക്ക് 4 ദിവസമായിട്ട് ജലപാനം കഴിച്ചിട്ടില്ല. നമ്മുടെ ഗാന്ധി ഇപ്പൊ എവിടാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഒന്ന് കണ്ടു നോക്ക്. ആ, പുതിയ ഏതോ ന്യൂസ് വന്നിട്ടുണ്ട്, ഒന്ന് കണ്ടാലോ? കണ്ടോ? മലക്കം മറിഞ്ഞ് രാഹുൽ ഈശ്വർ. അപ്പൊ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ മലക്കം മറിയലുണ്ടോടെ? ഒന്നുകൂടെ ഒന്ന് ശരിക്കും അതിന്റെ ക്യാപ്ഷൻ മൊത്തം വായിച്ചു നോക്കിയാലോ? അതിജീവിതയ്ക്കെതിരായ പോസ്റ്റുകൾ നീക്കം ചെയ്യാമെന്ന് രാഹുൽ ഈശ്വർ കോടതിയിൽ പറഞ്ഞെന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അത് ശരി, അപ്പൊ കുമ്മനായല്ലേ? അപ്പോ ഇന്നത്തെ സമയം നിൽക്കാനാ? എന്ത് പുതിയ പോസ്റ്റ് വന്നിട്ടുണ്ടോ? നോക്കിയാലോ? അത് നോക്ക്, വീണ്ടും പോസ്റ്റ് വന്ന്. കോടതി കുടഞ്ഞു. കൊടയാനവനും തരും പഴം തുണിക്കെട്ട. നിരാഹാര സമരം അവസാനിപ്പിച്ചു രാഹുൽ ഈശ്വർ. അയ്യോ അണ്ണാ, ചതിക്കല്ലേ, പോവരുത്, പോവല്ലണ്ണാ, പോവല്ലേ. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്നിട്ട് പൊയ്ക്കൂടെ? ഇതൊരു മാതിരി മാറ്റെടുത്ത പരിപാടിയായിപ്പോയല്ലോ അണ്ണ. വളരെ പ്രതീക്ഷിച്ചിരുന്നു, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് വേണം ഒന്ന് ചെറ്റപോക്കാനും മാടം പോക്കാനും ഒക്കെ പോവാനെന്ന് വിചാരിച്ചു. എല്ലാ ആസ്ഥാനത്താക്കി കളഞ്ഞല്ലോ അണ്ണ. അണ്ണന് വിശക്കുന്നല്ലേ? അയ്യോ, എനിക്ക് വിശക്കുന്നേ. പിന്നെ എന്റെ ഈ വീഡിയോ യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറിച്ച് ഫേസ്ബുക്കിലാണോ ഇൻസ്റ്റാഗ്രാമിലാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ